അത് വന്നും കൊണ്ട് പോയി ഇനിയും കൂടി ഒന്ന് കാണാൻ എൻ്റെ മകന്മാരില്ലേ എൻ്റെ മകള്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം കുറച്ച് പേരെങ്കിലും ചോദിക്കുന്നുണ്ട് കേട്ടോ, എപ്പോഴും ഓർമ്മയോടെ അച്ഛമ്മനെ കാണാൻ പോകുന്നില്ലേ അച്ഛമ്മനെ കാണാൻ പോകുന്നില്ലേ എന്ന് പറഞ്ഞിട്ട്. മാസങ്ങൾക്ക് ശേഷം എന്ന് വേണം പറയാൻ. നമ്മൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ ഓരോരോ സിറ്റുവേഷൻ ആയിരുന്നല്ലോ. അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ അച്ഛമ്മക്കും പപ്പടം ചേച്ചിക്കും ഒക്കെ ഓരോ കിറ്റ് കൊടുക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി നമ്മുടെ വിശേഷങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഫുള്ള് തിരക്കാവാണ്. വേറെയും കുറച്ച് പുതിയ വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാ അത് പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, എന്തെങ്കിലും നിങ്ങളുടെ കമൻറ്റുകൾ ഇമോജി ആയിട്ടെങ്കിലും ഇടാം. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ അധികം പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. അതുകൊണ്ട് പിന്നെ അതൊന്നും വീഡിയോ എടുക്കാതിരുന്നത്. ഓക്കെ, ഇനി ദിവസം കാണിച്ചു തരാം. പിന്നെന്താണ്, പിന്നെ അത്രയ്ക്കാണുള്ളത്. ഒരാനക്കുട്ടി വന്നിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഇൻഷാ അല്ലാ അവിടെ പോയി വിളിച്ചിട്ട് വരണം. പിന്നെ അവൾക്ക് നീറ്റിൻ്റെ എക്സാമാണ് 3-ാം തീയതി. പിന്നെ അതിൻ്റെ തിരക്കുകളായി. അങ്ങനെ മൊത്തത്തിൽ ഇനി വരാൻ പോകുന്ന മാസം ദിവസങ്ങൾ ഫുള്ളും നമ്മൾ ബിസി ആയിരിക്കും. ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചിട്ടാണ് ഈ ഒരു പോക്ക്. കാരണം കൂടുതൽ ചിന്തിച്ചാൽ പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അവിടെ അച്ഛമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര സങ്കടമൊക്കെ ആയി. നോക്കിയപ്പോൾ രാമശം മാത്രം പുറത്തിങ്ങനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നേ. അച്ഛമ്മ എവിടെ? അരി വാങ്ങാൻ പോയോ? കുറച്ച് നേരമാവോ? ഞാൻ കുറച്ച് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. കഴിച്ചോ? ഫുഡ് കഴിച്ചോ? ഭക്ഷണം കഴിച്ചോന്ന്? ഞാനേ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. താടിയൊക്കെ എപ്പ വെട്ടി? താടിയൊക്കെ എപ്പ എടുത്തോ? മുടി വെട്ടിയോ? ഓക്കെ. നഖം വെട്ടിയിട്ടില്ല? നഖം വെട്ടിയില്ലേന്ന്? നഖം ആയുധം വേണോ? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കൊടുത്തു വിടാം. ഓക്കെ, അച്ഛമ്മത്ത് കൊടുക്കാം നഖം വെട്ടാനുള്ളത് ആയുധം. ലാസ്റ്റ് എടുത്തരാം. ഫുഡിടാൻ പാത്രം ഉണ്ട് അവിടെ? സമയാവോന്ന്? ശരി. ആരെ കൂടെ പോയത്? ഒറ്റയ്ക്കാ പോയത്? അങ്ങനെ അച്ഛമ്മനെയും കാത്തിട്ട് ഒരു 10 മിനിറ്റോളം നമ്മളവിടെ ഇരുന്നു കേട്ടോ. പിന്നെ അച്ഛമ്മ നമ്മളെ കണ്ടത് ആകെ ഷോക്ക്ഡ് ആയിരുന്നു. മനസ്സിലായിട്ടില്ല തോന്നുന്നു. അന്നത്തെ കുമ്പളങ്ങ കൂട്ടാൻ വെച്ച് നല്ല ടേസ്റ്റ് മതി. ഉണ്ടാക്കിക്കോളൂ. ഇനി ബാക്കി അച്ഛമ്മ ലക്ഷ്മിക്കണ്ട. എനിക്ക് വയ്യാത്തോണ്ടല്ലേ വരാതിരുന്നത്. എന്റെ പൊന്നു പടത്തെ നീ കൂടെ കയറി. അത് വന്നും കൊണ്ട് പോയി ഇനിയും കൂടി ഒന്ന് കാണാൻ എൻ്റെ മകന്മാരില്ലേ എൻ്റെ മകള് മുണ്ടൂര് പാലക്കാട്ടേക്ക് കെട്ടിക്കൊടുത്ത മകളാണെന്ന് പറഞ്ഞാണേ. പൊന്നെ അല്ല എൻ്റെ മണ്ണ് നിറച്ചലുമായിട്ട് പടത്തോലേ കാക്ക് ഞാൻ വിളിക്കുമ്പോൾ പറയുന്നില്ല ഒന്നും പഠിപ്പിക്കില്ല.
അയാൾ അസ്തമിക്കാൻ പോയാളില്ലേ അതിന് മാത്രം വേണ്ട വേണ്ട ഇല്ല, അത് ഞാൻ അവിടുന്ന് വാങ്ങുമല്ലോ. എവിടെ മുറിക്കേണ്ടത്? എനിക്ക് ചെറിയൊരു കഷ്ണം മതി. എനിക്ക് ഇത്ര മതി. ഇന്ന പകുതി ഇന്ന പകുതി ഇല്ല ഇല്ല പകുതി ഇല്ല. ഒരു മിനിറ്റ്. മാങ്ങ ഫുള്ള് തന്നിട്ടുണ്ട്. അല്ല അത് അച്ഛമ്മന്റെ ആണ്. എന്തായാലും ഞാൻ പിന്നെ എന്റെ ഇവിടെ മാങ്ങയൊക്കെ ഉണ്ട്. മാങ്ങ കല്യാണം അതാ. എങ്ങനെ ഒറ്റയ്ക്ക് പോകും? ഒറ്റയ്ക്ക് പോയില്ല, ഞാൻ വണ്ടിക്കാരനെ വിളിക്കുന്നു. അപ്പൊ അവർക്ക് കൊത്താവർ അവിടെ കൊണ്ടാക്കി മരുന്നും മേടിച്ചു ഇവിടെ വരും. ഉച്ചയാവും എന്നാലും 4 തരം ഗുളിക തരും. എന്റെ പൊന്നുമാനെ ഷുഗറൊക്കെ കുറവുണ്ടോ? അപ്പൊ ഇത്തിരി വേണ്ടതുണ്ടോ കൈ വളഞ്ഞു. ഷുഗർ കാരണം എന്താ? അതിനൊന്നും കഴിക്കണ പോലും ഇല്ലല്ലോ. എന്ത് കഴിക്കും ഞാൻ? ഈ ഉപ്പിട്ട കഞ്ഞാരപ്പേ മീനും ഇറച്ചിയും കൂട്ടില്ല. ഷുഗർ വേണമേ എന്തൊക്കെ നോക്കുണ്ണി. ഇതുപോലെ ഇതൊന്നും വരണ്ടേ? എന്താ പറയുന്നത്? ഓട്ടം നോക്കുന്നു. അങ്ങനെ ആയി പോകും. കൊക്കി പോലും ആവില്ലേ? വേണോ? ഒരു കേടുമില്ല കടെ. എന്റെ മകനിഞ്ഞ എന്താ തരുന്നത്? വരാൻ പറ്റാത്തോണ്ടാണ്. അല്ലാതെ എല്ലാവർക്കും സുഖമായിട്ടാ. ഉണ്ണിയൊരു സ്കൂളിക്കൊക്കെ പൂട്ടി എന്റെ പൊന്നുമായി പൊന്നുപോലെ പടച്ചോനെ അല്ലാ ദീർഘായുസ് കൊടുക്കണേ. എന്നെ അച്ഛമ്മക്ക് ദീർഘായുസും നല്ല ആരോഗ്യമൊക്കെ കിട്ടട്ടെ. അത്രയല്ലേ എനിക്ക് ഇടക്കിടക്ക് വരാൻ പറ്റും. ഞാനെന്ത് എത്തിയുടെ എത്തുമ്പനെ വയസ്സ് 80 ഇഞ്ഞെന്ത് ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ. പിന്നെ എനിക്ക് ആരാ ഉള്ളത് ഇടക്ക് വരാൻ? അത് എന്റെ പടച്ചോ എന്റെ മോനെ കാക്കട്ടെ. ഇനിയിപ്പോ എന്താ എന്റെ മോനെ കൊടുക്കുന്നു? മതി വേണ്ട, ഇതന്നെ മതി. കോവയ്ക്ക് അവിടുന്ന് വാങ്ങാലോ. ഇത് എനിക്കെല്ലാം തന്ന ഇവിടെ പിന്നെ ഒന്നും വേണ്ട. അവിടെ ഉണ്ട് കോവയ്ക്ക്. സഞ്ചി ഒന്നും വേണ്ട, 2 കയ്യില് മതി. കുഞ്ഞു കുണ്ടികളില്ലേ പച്ചപ്പുന്തുകള്, അവർക്കൊക്കെ എണ്ണം കൊടുത്തു. ശരി, ഒന്നും വേണ്ട വേണ്ട വേണ്ട. അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. വട്ടത്തിൽ നോക്കിട്ട് അതല്ല, അവിടെ ഉണ്ട് കോവക്കുണ്ട്. കോവക്കുണ്ട് കോവക്കുണ്ട്. കൊണ്ടുപോയി ഇവിടെ വാങ്ങാൻ കിട്ടും. ഞാൻ വാങ്ങുമല്ലോ, അവിടെ ഉണ്ട്. വാങ്ങാപ്പന്തിനു വേണ്ടി പോണു. എനിക്ക് ഒരു കുറയിലിട്ടേ കേട്ടാ. എന്റെ മകന് എന്റെ പൊന്നു മകന് മര്യാദ കൊന്നെ പടച്ചോ. എന്റെ മകൻ നെലി ഇറങ്ങണേ. അല്ല ഇത് കൊണ്ടേക്ക് കയറിയിട്ട് എണ്ണയിൽ പൊരിച്ചാൽ മതിട്ടാ. പാവം ഇത് വാങ്ങാൻ കിട്ടുമ്പേ എൻ്റെ മോൻ കൊണ്ടുപോയി. അതിനൊന്നും കുഴപ്പമില്ല. അത് കുമ്പളെങ്കിലും പേക്കാതെ ഒരു കഷ്ണമെങ്കിലും എൻ്റെ മോൾക്ക് കൊടുക്കണം എന്നൊരു ആവശ്യം. അതാണ് ഞാൻ വന്നെത്തിയത്. കാലം അത്രയായി. അതെ, എന്നാലും എന്നെ നിങ്ങളെ നനയ്ക്കുണ്ട്. നിങ്ങൾ ഇവിടെ എന്നെ വിചാരിക്കണോണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോണത്. നനയ്ക്കുണ്ട്. കൊറേ പേര് ചോദിക്കുന്നുണ്ട്, അച്ഛമ്മനെ കാണാൻ പോയില്ലേ, അച്ഛമ്മക്ക് സുഖാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് ഇത് വേണ്ടി വാങ്ങാൻ പോകണം. എന്തിനാ പോണു? ഇത് ഞാൻ വാങ്ങണത് നിങ്ങൾ പിന്നെ ഒന്നെ പടച്ചോരെ. അല്ലാ എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. മാങ്ങ കിട്ടി പ്രാട്ടണം. ഞാൻ അവിടെ വെക്കുമ്പോൾ വിചാരിക്കേ എൻ്റെ മോള് വന്ന് ഞാൻ കൊടുക്കാം. അതാണ് വന്നത്. ആ ഇതിലാക്കിയിട്ട് വേറെ ആളൊക്കെ പെട്ടിട്ട് കൊണ്ട് ഇത് വീണ വഴിക്ക് കൊട്ടും. പുളിമാങ്ങ ഉണ്ണികൾക്കൊക്കെ കഴുകിയുകൊണ്ട് കിണ്ണത്തിൽ കയറിയിട്ടും കൊണ്ട് കൊടുത്തോളി. നിങ്ങളും തിന്നോളി കേട്ടാ. ഇത് തിന്നാ നമുക്ക് ആർത്തി കൂടണം. വീണ്ടും വീണ്ടും തിന്നാൻ തോന്നാണ്. അല്ല ആർത്തി കൂടും. ഇതൊക്കെ പൊരിക്കും കേട്ടമ്മാ. അറിയല്ലേ പഠിച്ചോനെയുള്ള എൻ്റെ മക്കള് വന്നില്ല. എനിക്കത് മതി. എൻ്റെ ചൊത്ത നന്നായി വരട്ടെ. അല്ല അല്ല. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ പപ്പടം ചേച്ചി ഉണ്ടായിരുന്നു. അവർക്കുള്ള കിറ്റും കാര്യങ്ങളും കൊടുത്തിട്ട് ഇറങ്ങി. കുറേ കാലത്തിന് ശേഷമാണ് അച്ഛമ്മനെ പോയി കണ്ടത്. വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. സീരിയസ്ലി
ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരു 6 മാസമായി. പോയിട്ടേ ഇല്ല ഈ 6 മാസവും. കാണാൻ നല്ല കൊതിയുണ്ടായിരുന്നു. നിങ്ങളിൽ ഒരുപാട് പേര് മറക്കാതെ അച്ഛമ്മനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പോയി കണ്ടോ, എന്താ വിശേഷം എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരുപാട് പേർക്ക് മുമ്പും എന്നോട് പറയേണ്ട ബസ്സിൽ പോകുന്ന സമയത്ത് ഒന്ന് പറയുമോ, ഞങ്ങൾക്കും വരണം, ഞങ്ങൾക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും അവർ കാണാൻ ആഗ്രഹിക്കുന്നത് അച്ഛമ്മയും ഞാനുമായിട്ടുള്ള ഒരു ബോണ്ട് നേരിട്ട് കാണാനാണ് തോന്നുന്നു. ഇന്നലെ ഒരു കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് കണ്ടിട്ട് ശരിക്കും ഷോക്കായി പോയിട്ടോ. അതായത് അച്ഛമ്മക്ക് എന്നോടുള്ള അഡിക്ഷന് അതാണ് ഞങ്ങൾ കണ്ടത് എന്നാണ് പറഞ്ഞത്. ശരിക്കും അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. പക്ഷെ എത്ര ദിവസം ഞാൻ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഒന്ന് പോകണമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. വിവരങ്ങളൊക്കെ അറിയലുണ്ട്, അടുത്ത വീട്ടുകാരെ അറിയിക്കലുണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ ഇതിനു മുമ്പും കുറച്ച് പേരെ ഇൻ്റർവ്യൂ എടുക്കാനും അതല്ലാതെയും ഒക്കെ അച്ഛമ്മനെ കാണാൻ വന്നിട്ടുണ്ട്. എല്ലാവർക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ പ്യുവർ ലവ് കാണുമ്പോൾ വല്ലാത്തൊരു അനുഭവമാണ്. പക്ഷെ കുറേ ദിവസം കാണാതെ എന്നെ കണ്ടത് പെട്ടെന്ന് ആളൊന്ന് നെട്ടി കരഞ്ഞ്. കുറേ ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് മാത്രം, ഞങ്ങൾ മാത്രമായിട്ടുള്ള ആ ഒരു സീൻസ് ഒന്നും ശരിക്കും പറഞ്ഞാൽ എടുത്തിട്ടില്ല. കുറച്ച് അതിന് ശേഷമുള്ള കുറച്ച് ക്ലിപ്സ് മാത്രമാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. അച്ഛമ്മ ഭയങ്കര ഇമോഷണലായി. എൻ്റെ മോൾക്ക് എന്ത് സംഭവിച്ചോ, എന്താ മോള് വരാത്തത്, മോള് മറന്നോ, അങ്ങനെയൊക്കെ ചിന്തിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോവാതിരിക്കുമ്പോൾ എനിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പഠിച്ചോനെ വയസ്സായ ആൾക്കാരാണ്, ഞാൻ പോവാതെ എനിക്ക് കാണാതെ ഒന്നും അവർക്ക് സംഭവിക്കരുത്, ആയുസ് നീട്ടി കൊടുക്കണേ, ആരോഗ്യം കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും പോയി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ നിങ്ങളായിട്ട് അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ അടുത്തും ചിലപ്പോൾ ഇതുപോലെ ആരോഗ്യമില്ലാത്ത വയസ്സായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളെയും ആരെങ്കിലും പരിഗണിക്കും, നമുക്ക് വേണ്ടിയും നമ്മളെ കാണാനും ആരെങ്കിലും വരും, എനിക്കും കുടുംബം എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെന്ന് കാത്തിരിക്കുന്ന ആൾക്കാർ. ശരിക്കും നമുക്കൊക്കെ ഒരു ചെറിയൊരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ പോയി കണ്ട് നമ്മളൊന്നും കൊടുക്കണ്ട. നമ്മൾ ആ സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തോ നേടിയ പോലൊരു ഫീലായിരിക്കും അവർക്ക് ഉണ്ടാവുക. എന്നെയും കാത്ത ആരോ ഉണ്ട് എന്നുള്ള ആ ഒരു ബോധമൊക്കെ ഉണ്ടല്ലോ അത്. എനിവേ, നിങ്ങൾക്കും അപ്പോൾ അച്ഛമ്മനൊന്ന് കാണിച്ചു തരാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ ഞാനിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലൊരു പരിപാടി നടക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ. പിന്നെ ഇതുപോലെയുള്ള ഫാമിലീനെ, അതായത് ആരോരും ഇല്ലാത്തവർ അല്ലെങ്കിൽ ഭർത്താവില്ലാത്തവർ, അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏറ്റെടുക്കാനുള്ള കഴിവുണ്ട്, മാസം എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ, ജെന്വൻ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യിപ്പിച്ച് കൊടുക്കും. എന്നിട്ട് നേരിട്ട് തന്നെ, ഞാനായിട്ട് അതിൽ ബന്ധമൊന്നുമില്ല, നേരിട്ട് തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും എത്തിച്ചു കൊടുക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഷൗക്കത്തിൻ്റെ ഫാമിലിക്ക് ഇപ്പോൾ 2 വർഷത്തോളമായിട്ട് എല്ലാ മാസവും നല്ലൊരു എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ, അതായത് വലിയ കാര്യങ്ങളായിട്ട് ദയവേത് എൻ്റെ ആരും വരരുത്. ഞാൻ അതിനേക്കാളും വലിയ പ്രോബ്ലംസിൽ നിൽക്കുന്ന ഒരാളാണ്. ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലംസ് എനിക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ അങ്ങനത്തെ കാര്യങ്ങളായിട്ട് വരണ്ട. തീരെ ഒന്നിനും വഴിയില്ലാതെ ഇതുപോലെ അച്ഛമ്മനെ പോലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് കാണുന്ന ആർക്കെങ്കിലും സഹായിക്കാൻ താല്പര്യമുള്ളവരാണ് ഞാൻ പറയുന്നത്. എന്നോട് സഹായം ചോദിച്ചിട്ട് വരാറല്ല കേട്ടോ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറ്റില്ല. സോ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് അർഹതപ്പെട്ട ആൾക്കാരെ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടോ, ഞാൻ അർഹതപ്പെട്ട ആൾക്കാരെ കാണിച്ചു തരാം. നിങ്ങൾക്ക് നേരിട്ട് തന്നെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ ഇൻഷാ അല്ലാ ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ നമ്മുടെ ബദാം പീസിനൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ട് ഇപ്പോൾ മെസ്സേജ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. 2 ദിവസം നമ്മുടെ സ്റ്റാഫ് ലീവായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും മെസ്സേജ് നോക്കുക. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും പ്രൊഡക്ട്സ് വേണമെങ്കിൽ പറയണേ.